പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 48-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: തനുവിലമർന്ന ശരീരി തൻ്റെ സത്താൻ തനുവിലിതെൻ്റെതിതെൻ്റെതെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാമിതോർക്കിലാരും. തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻ്റെതിതെൻ്റെതെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. തനുവിൽ അമർന്ന, ശാരീരികമായ സത്വവുമായി താതാത്മ്യപ്പെട്ട് കഴിഞ്ഞിരുന്ന. ശരീരി, ജീവൻ. സത്താ, തനുവിൽ, ആത്മസത്തയിൽ, അതെൻ്റേത്, അതും എൻ്റേതാണ്, ഇതെൻ്റേത്, ഇതും എൻ്റേതാണ് എന്നിങ്ങനെ സർവം, എല്ലാറ്റിനെയും തനുതയൊഴിഞ്ഞ്, മമതയില്ലാതെ ധരിച്ചിടുന്നു, അറിഞ്ഞിടുന്നു. ഇതോർക്കിൽ, ഇക്കാര്യം മനസ്സിലാക്കിയാൽ ആരും സാക്ഷാൽ അനുഭവശാലികളായി തീരുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ശാരീരികമായ സത്വവുമായി താതാത്മ്യപ്പെട്ട് കഴിഞ്ഞിരുന്ന ജീവൻ തൻ്റെ ആത്മസത്തയിൽ അതും എൻ്റേതാണ്, ഇതും എൻ്റേതാണ് എന്നിങ്ങനെ എല്ലാറ്റിനെയും മമതയില്ലാതെ അറിഞ്ഞിടുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയാൽ ആരും സാക്ഷാൽ അനുഭവശാലികളായി തീരുന്നു. നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. ഞാൻ ശരീരമാണ് എന്ന ബുദ്ധിയാണ് നമ്മെ എല്ലാം ബന്ധിപ്പിക്കുന്ന അഹംബുദ്ധി. അഹംബുദ്ധി എന്ന് പറയുന്നത് ഞാൻ ശരീരമാണ് എന്ന തോന്നലാണ്. അതെല്ലാം എൻ്റേതാണ്, ഈ പറയുന്നതെല്ലാം എൻ്റേതാണ്. അജ്ഞാന നിമിത്തമാണ് നമ്മിൽ ആത്മബോധം പ്രകാശിക്കാതിരിക്കുന്നത്. നമ്മിൽ ആത്മബോധം പ്രകാശിക്കാതിരിക്കാനുള്ള കാരണം അജ്ഞാനമാണ്. ശരീരത്തിൻ്റെ പരിമിതമായ അസ്ഥിതയിൽ ഞാൻ എന്നെ മനസ്സിലാക്കുമ്പോൾ ഞാനല്ലാത്ത നിരവധി ശരീരങ്ങൾ ഇവിടെയുണ്ട്. അവയൊന്നും ഞാനല്ല, അല്ലേ? ഇവിടെ കാണുന്ന നിരവധി ശരീരങ്ങൾ, നിരവധി വസ്തുക്കൾ, അവയൊന്നും ഞാനല്ല, അവ എൻ്റേതും അല്ല. ഇങ്ങനൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. എന്നാൽ ഈ അജ്ഞാനത്തിൽ നിന്നും നമുക്ക് പുറത്തു കടക്കുവാൻ ഈ വിശ്വത്തിലുള്ള സകല ചരാചരങ്ങളെയും തൻ്റെ ഉണ്മയിൽ ചേർത്തറിയുകയാണെങ്കിൽ അയാൾ, അതായത് ആരാണോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞാനാകാം, നമ്മിൽ ഓരോരുത്തരുമാകാം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ആരാണ്? ആത്മജ്ഞാനി തന്നെയാണ്. എന്തെന്നാൽ ഒന്നും തന്നെ തന്നിൽ നിന്നും അന്യമായി അയാൾ അറിയുന്നില്ല. ആകാശത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലുമെല്ലാം ഞാനുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റേതാണ്. എൻ്റേത് മാത്രമല്ല, അതെല്ലാം ഞാൻ തന്നെയാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകണമെങ്കിൽ എന്നിലെ, അതായത് നമ്മിലെ മമതാബോധം ഒഴിഞ്ഞു പോകണം, തനിത ഒഴിയണം. ആത്മാനുഭവങ്ങളാകാൻ ഇത്രയും ചെയ്താൽ മതി. ആത്മാനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ എന്തു പോകണം? നമ്മിലെ തനിത ഒഴിഞ്ഞു പോകണം. എല്ലാത്തിനെയും ഹൃദയത്തിൽ ഉൾക്കുക. അപ്പോൾ വിശ്വം മുഴുവൻ നമ്മെ ആശ്ലേഷിക്കും. ആരും സാക്ഷാൽ അനുഭവശാലികളായി തന്നെ ഇരിക്കും. തനിത ഒഴിഞ്ഞ് സർവ്വതും താൻ തന്നെ എന്നുള്ള അനുഭവം നമുക്കുണ്ടായി കഴിയുമ്പോൾ എല്ലാവരും എന്താണ്? സാക്ഷാൽ അനുഭവശാലികൾ തന്നെ. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 48-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്തുള്ള മന്ത്രവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുരു ഓം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.